ദീർഘദൂര യാത്രയ്ക്കായിട്ട് ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം യാത്രക്കാരും, അല്ലേ? അതിൽ ചില തർക്കങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിക്കുമെങ്കിൽ പോലും അതിനായി ജനറൽ കോച്ചുകൾ റിസർവ് ചെയ്താണ് കൂടുതൽ പേരും യാത്ര ചെയ്യുന്നത്. സുരക്ഷിതത്വമില്ലായ്മയും സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവും കണക്കിലെടുത്താണ് റിസർവ് ചെയ്യുന്നത്. എന്നാൽ റിസർവ് ചെയ്തിട്ടും യാത്രക്കാർക്ക് സുരക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്ന്. അങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. സ്നേഹമോൾ നയനാൻ ചേർന്നു. ഗുഡ് മോർണിംഗ് സ്നേഹ ഒരുപാട് ട്രെയിൻ യാത്ര നടത്തുന്നയാളാണ്. സ്നേഹയ്ക്ക് ഉണ്ടോ ഇമാതിരി അനുഭവങ്ങൾ ഈ അടുത്തിടെയായിട്ടൊക്കെ? ഇത്തരത്തിൽ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമുക്ക് ഇന്ത്യൻ റെയിൽവേനെ കുറിച്ച് പറയാൻ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു യാത്രാ മാർഗമാണ് ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അതിൽ നിരവധി കാരണങ്ങളൊക്കെ ഉണ്ട്. അതായത് ചിലവ് കുറവാണ്, നമുക്ക് സുരക്ഷയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അടുത്തിടെയായിട്ട് സുരക്ഷയൊക്കെ വളരെ കുറവായ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല സൗകര്യപ്രദമായ യാത്ര എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഈ ഇന്ത്യൻ റെയിൽവേനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി കുറവുകളുമുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയത്തിനെത്തുന്നില്ല, ആവശ്യ സമയത്ത് നമുക്ക് സീറ്റ് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ഈ സീസണിലൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്ര എന്നുള്ളത് ഈ റെയിൽവേനെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഈ ടിക്കറ്റ് എടുക്കാത്തവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു സംഭവം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ടിക്കറ്റ് എടുത്തിട്ടും ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്, പക്ഷേ എങ്കിലും ടിക്കറ്റ് എടുക്കാത്തവരെ കാരണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു യാത്രക്കാരൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ അദ്ദേഹത്തെ അക്രമാസക്തനാവുകയാണ്. അദ്ദേഹം അത് ചില്ലുകൾ ഉടച്ച്, അതായത് ഡോറിൻ്റെ ചില്ലുകൾ ഉടച്ച് അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ചില്ലുകളൊക്കെ യാത്രക്കാരുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്, അവരെഴുന്നേറ്റ് മാറുന്നതും ഒക്കെ കാണാം. അതിലും മറ്റൊരു യാത്രക്കാരൻ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ തന്നെ റെയിൽവേയുടെ സുരക്ഷയെക്കുറിച്ച് ഒക്കെ വളരെയധികം ചർച്ചകളും സംവാദങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിന് മറുപടി എന്നോണം റെയിൽവേ, അതായത് ഈ യാത്രക്കാരൊക്കെ കുറഞ്ഞ ഒരു കോച്ചിൻ്റെ വീഡിയോ ഒക്കെ റെയിൽവേ മറുപടി എന്നോണം പങ്കുവച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ദൃശ്യങ്ങളൊക്കെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ പരിശോധിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഈ അടുത്തിടെയായിട്ട് ഈ സ്ലീപ്പർ കോച്ചിൻ്റെ എണ്ണം കുറച്ചിട്ട് AC കോച്ചിൻ്റെ എണ്ണം കൂട്ടിയതൊക്കെ യാത്രക്കാരെ ഏറെ വലയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാര്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമുക്ക് ഈ റെയിൽവേ എന്ന് പറയുമ്പോൾ ജീവനക്കാരൊക്കെ വളരെയധികം കൂടുതൽ ഒരു മേഖല തന്നെയാണ്. ഈ പരിശോധനയൊക്കെ വളരെയധികം ശക്തമാക്കി സുരക്ഷയ്ക്കൊക്കെ വളരെയധികം മുൻതൂക്കം കൊടുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെയധികം ഒരു പരിധിവരെ പരിഹരിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്ന.